പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ്. അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നീറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ഡേറ്റും നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്
പ്രത്യാശയിൽ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയിൽ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതരെ, കുടുംബസമാധാനം ഇല്ലാത്തവരെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരൻ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതായത് ഓരോ വിഷയത്തിനും അതിൻ്റെതായിട്ടുള്ള അഭിഷേകമുണ്ടെന്ന്. ഈ അഭിഷേകത്തിന് ബൈബിളിൽ പറയണ വാക്കെന്താണെന്നറിയാമോ? അനോയിൻറ്റിങ് എന്ന് പറയും, പക്ഷേ ചില സമയത്ത് വിശ്രമമെന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമമില്ലാത്ത അവസ്ഥ. ഇസ്രയേൽ, നീ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കത്തില്ലെന്നൊക്കെ പറയത്തില്ലേ? അപ്പം ദൈവം നൽകുന്ന സകല സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ, പ്രത്യാശയോടെ, അതുപോലെ തന്നെ സമർപ്പണത്തോടെ, ദൈവിക പുണ്യങ്ങളോടുകൂടി തന്നെ നമ്മൾ അതിനെ സമീപിച്ച് കഴിയുമ്പോഴാണ് ഈ വിശ്രമം ഉണ്ടാകുന്നത്. സമർപ്പണം കഴിഞ്ഞാണ് ശ്രമമില്ലാത്ത അവസ്ഥ. എന്ന് വെച്ചാൽ അവിടെ ദൈവകൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കേണ്ട കാര്യമില്ല. അതിന് ദൈവം പറയുന്ന വേറൊരു പേരാണ് വിശ്രമം. ഈ ഇപ്പം ഉദാഹരണത്തിന് എബ്രായർ 4:1 തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ഇവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാലേ, അതായത് വിശ്രമം എങ്ങനെ വരണമെന്നറിയാമോ? വിശ്വാസം മുതൽ വിശ്രമം വരെയാണ് ദൈവിക പുണ്യങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങളെന്ന് പറയുന്നത്. വിശ്വാസം, അത് കഴിഞ്ഞാൽ എന്താണ്? പ്രത്യാശ, പിന്നെ എന്താണ്? ദൈവസ്നേഹം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എല്ലാം ലോഞ്ച് ചെയ്യണത് ഈ ഒരു മോഡിലാണ് ലോഞ്ച് ചെയ്യണത്. പക്ഷേ ചില വിഷയങ്ങൾ ദൈവസ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചില കാര്യങ്ങൾ ദൈവം മനഃപൂർവ്വം നമുക്ക് ചെയ്തു തരത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃപയാണ്. ഇപ്പം വിശ്വാസവും പ്രത്യാശ സ്നേഹവും നമുക്ക് ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് വരെ ഉപയോഗിക്കാം. പക്ഷെ കൃപയിലേക്ക് മാറ്റുമ്പോൾ അത് നമുക്ക് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, പ്രത്യാശിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല, സ്നേഹിച്ചും പ്രാർത്ഥിച്ചും മാറ്റാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, അതുകൊണ്ട് സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണമാണ്. അപ്പോഴേ സമർപ്പണം ഇപ്പോൾ കൃപയുടെ വളർച്ചയിലേക്ക് വരുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം കഴിഞ്ഞാൽ പിന്നെ വരണത് സമർപ്പണമാണ്. സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സമർപ്പണത്തിൽ വെച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥനയുടെ ഫലങ്ങൾ വരണത്. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുഖത്ത് പോലെ ഭൂമിയിൽ ആകണമേ. അത് സമർപ്പണമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം വിശ്വാസം മാറി, പ്രത്യാശ മാറി, സ്നേഹം മാറി, സമർപ്പണത്തിലാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്ലേസ്മെൻറ്റ്, ലാൻഡിങ് നടക്കുന്നത്. ഇനി സമർപ്പണം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കണത്? പിന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ചാൽ ആരുൾപ്പെടുത്തരുതെന്നാണ്? ദൈവമാണ് ഉൾപ്പെടുത്തുന്നത്. അതെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മളെ പാപരഹിതരായി ജീവിക്കാൻ വേണ്ട അഭിഷേകം തരാം. അതെങ്ങനെ മനസ്സിലാകുന്നറിയാമോ? അതറിയണമെങ്കിൽ നമ്മൾ ജെറമിയ ഒന്ന് വായിച്ചാൽ മതി. ജെറമിയ 31:2 വായിച്ചേ. കർത്താവ് അരുൾ ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം, ക്ലേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ക്ലേശങ്ങളെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അപ്പം എപ്പോഴും ഈ കൃപ കണ്ടെത്തുന്ന എപ്പോഴും വെച്ചാണ്? ക്ലേശങ്ങളെ അതിജീവിച്ച് കഴിഞ്ഞാണ്.
അതിജീവിക്കണം എന്തുകൊണ്ടാണ്? അതിജീവിത വിശ്വാസം കൊണ്ടാണ്. അതിജീവിത വിശ്വാസം കൊണ്ടാണ് ക്ലേശങ്ങളെ നമ്മൾ അതിജീവിക്കുന്നത്. ക്ലേശങ്ങളുണ്ടാവും, പക്ഷെ അതിനെ കൗണ്ടറാക്ട് ചെയ്യാനും അതിനെ അതിജീവിക്കാനും നമുക്കെന്താ വേണ്ടത്? കോമൺ ഫെയ്ത്ത് പറ്റത്തില്ല. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം കാനഡയിൽ നിന്ന് എൻ്റെ 2 സഹോദരങ്ങൾ വന്ന് എന്നെ അവിടെ ധ്യാനത്തെ വിളിക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നപ്പോൾ ഞാനവിടെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാനോട് പറഞ്ഞു, ഈ കോമൺ ഫെയ്ത്ത് കൊണ്ട് ആഞ്ഞിലി കൊണ്ട് ഒരു വീഡിയോ വെക്കുമെന്ന് ചോദിച്ചു അവരോട്. ആഞ്ഞിലി കൊണ്ട്. അപ്പോൾ അവർ പറയും വെക്കൂല അച്ഛാ. ഞാൻ പറഞ്ഞാൽ വെള്ളം മാറ്റിയിട്ടല്ലേ വെക്കത്തുള്ളൂ, കാതൽ കൊണ്ടല്ലേ വീഡിയോ വെക്കത്തുള്ളൂ. കാര്യം ആഞ്ഞിലി 1000 കൊല്ലം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം? അതിൻ്റെ വെള്ളമുണ്ട്. വെള്ളം കളഞ്ഞില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ വെള്ളം ഉച്ചകൂത്താൻ തുടങ്ങും. അപ്പോൾ ആഞ്ഞിലി വെള്ളം വെച്ച് ഒരു വീഡിയോ വെക്കുക ഇല്ല. ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്തൊരു കുഴപ്പമുണ്ട്. നമുക്കുള്ള വിശ്വാസം, പലർക്കുള്ള വിശ്വാസം അതാണ്. അത് ഉച്ചകൂത്താൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചകൂത്താൻ തുടങ്ങും. അതിൻ്റെ ബലക്ഷയം ഉണ്ടാകും. കാര്യം ഈ കോമൺ ഫെയ്ത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൽ അവിശ്വാസം കൂടി ഉണ്ട്. അല്പവിശ്വാസമുണ്ട്. അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പം കാതലും ബാക്കിയെല്ലാം വെള്ളയുമാണെന്നായി പറയണത്. അല്പവിശ്വാസി ഈശോ ചോദിക്കണില്ലേ, സംശയിച്ചത് എന്ത്? അതിപ്പോൾ വിശ്വാസത്തിൻ്റെ കൂടെ തന്നെ ആഞ്ഞിലിയുടെ കൂടെ കാതലുള്ള പോലെ തന്നെ വെള്ളയുണ്ട്, സംശയം ഉണ്ടെന്നർത്ഥം. സംശയത്തിന് വെള്ളയെന്ന് പറയണത്. വെള്ളം കെട്ടി വെച്ച് അറുത്ത് എല്ലാവരും വീട് വെക്കുക ഇല്ല, അത് ചൂത്തു എപ്പോഴായാലും. അപ്പോൾ അതുകൊണ്ട് ദൈവം അതൊന്നും എടുക്കത്തില്ല. അല്പവിശ്വാസികളെ ഒന്നും ദൈവം ഒരു കാര്യത്തിൽ എടുക്കത്തില്ല. പിന്നെ എന്താ ചെയ്യണത്? ഉമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ്, നിൻ്റെ വിശ്വാസം വലുതാണെന്ന് പറഞ്ഞില്ലേ. വലിയ വിശ്വാസമുണ്ട്, പക്ഷേ കൃപയിലേക്ക് വരണത്. അതുകൊണ്ട് വലിയ വിശ്വാസം കൊണ്ട് വലിയ രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തിയെടുക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ കൃപ കിട്ടത്തില്ല. കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെറമ്യാ പദ്ധതി, അതായത് വാളിൻ്റെ ക്ലേശങ്ങൾ അതിജീവിച്ച ജനം മരുഭൂമിയെ കൃപ കണ്ടെത്തി എന്നാണ് പറയണത്. ഇപ്പം കൃപ കണ്ടെത്തുന്നത് എപ്പോഴും സാധുരമായ പച്ചപ്പുറങ്ങളല്ല, അത് ബ്ലെസ്സിങ്സാണ്. ഇടേനെക്കുറിച്ച് പറയത്തില്ലേ, പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തുന്നു, നിശ്ചലമായ ജലാശയത്തെ കുടിപ്പിക്കുന്നു. അത് ബ്ലെസ്സിങ്സാണ്. ആ സാധനങ്ങളിൽ എപ്പോഴും ബ്ലെസ്സിങ്സാണ് കിട്ടുന്നത്. അപ്പോഴും മരുഭൂമിയിലാണ് കൃപയുള്ളത്. ആ കൃപ ആരായിരിക്കണം? വാളിനെ അതിജീവിച്ച ജനമാണ്. അപ്പം വാളിനെ അതിജീവിച്ചവരാണ് കൃപയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർ എന്താണ്? വാളിനെ അതിജീവിച്ച ജനം മരുഭൂമി കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. വിശ്രമം കണ്ടെത്താൻ പോവുകയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? വിശ്രമമാണേ. വിശ്വാസം മുതൽ വിശ്രമം വരെ. ഈ വിശ്രമത്തിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. ക്രിസ്തു വിശ്രമിക്കുന്ന കണ്ടില്ലേ? ഐ കമൺ മൈ സ്പിരിറ്റ് എന്നും പറഞ്ഞ് കുരിശിൽ അവൻ വിശ്രമിക്കുകയാണ്. ഇടത്തോട്ട് തലയാഴ്ച സമർപ്പിക്കുകയാണ്. ആ സമർപ്പണത്തിൻ്റെ അടുത്ത ഘട്ടമാണ് വിശ്രമം. എന്ന് വെച്ചാൽ ആ വേദന എവിടെയോ വെച്ച് എൻ്റെ പിതാവേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച സ്ഥലത്ത് വെച്ച് കർത്താവിൻ്റെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കർത്താവിന് പിതാവുമായിട്ട് കണക്ഷൻസ് കിട്ടി. എൻ്റെ പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതാണ് വിശ്രമം എന്ന് പറയുന്നത്. വിശ്രമം. ഈ വിശ്രമം എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വേദനയെ അഭിഷേകമായി ഈശോയ്ക്ക് അഭിഷേകം കിട്ടി. അപ്പായോട്ട് ലൈൻ കണക്റ്റഡായിട്ടാണ് ഇവൻ വലത്തേക്ക് തല ചായ്ച്ച് ഉറങ്ങണത്, കർത്താവിന് ജീവൻ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈമാണ് കൃപയുടെ കഠോര കൃപ. അവൻ്റെ കഠോര കൃപ. മെൽ ഗിബ്സനൊക്കെ ആ സമയത്ത് ഭയങ്കര മഴ പെയ്യിക്കണ കാണാം. എന്ത് രസമാണെന്ന് അറിയാം. ഈ പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവനിങ്ങനെ തല ചായച്ച് കിടക്കുമ്പോൾ തന്നെ ഒരു തുള്ളി വെള്ളം അങ്ങനെ വീഴും. പിന്നെ വീഴണത് ഒരു പരകോടി ശതകോടി വെള്ളമാണ് വീഴുന്നത്. കൃപയുടെ മഴ പെയ്യണ കാണാം. അതിമനോഹരമാണ് ആ സിനിമ. അപ്പം അതുപോലെ തന്നെ വിശ്രമം. ഇപ്പോൾ ഓട്ടിസം രോഗികളെന്ന് ഞാൻ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞില്ലേ, അവർക്കും അവരെ സൂക്ഷിക്കുന്നവരും ഒരു ടൈം കഴിയുമ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ആദ്യകാലങ്ങളിലെ പോലെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവസ്നേഹവും സമർപ്പണം കൊണ്ട് നിറഞ്ഞിട്ട് സമർപ്പണത്തിന് അടുത്ത ഘട്ടത്തിൽ ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയുന്നു, ഞാൻ അങ്ങയുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്, എന്താ കൃപയിൽ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ ദൈവവേദന അഭിഷേകമുണ്ട്. നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് പിരിയണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. കാരണം ഒന്നാമത്തെ ലോകത്താന്മാരെ പിരിയത്തുള്ളൂ, ജഡിക കോമാളികൾ മാത്രമേ പിരിയത്തുള്ളൂ, അല്ലാത്തത് പിരിയത്തില്ല.
കാര്യം അവർക്ക് ആത്മജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ചെന്നായും പുള്ളിപ്പുലിയാനും പശുവിൻ്റെ കൂടെ താമസിക്കും. പശു ചെന്നായ്ക്കളോട് താമസിക്കും. അഭിഷേകത്തിൻ്റെ വിശ്രമത്തിൻ്റെ വലിയ കാലമാണത്. അത് കൊണ്ട് തന്നെ നമ്മൾ ഇത് ദൈവത്തിന് മാറരുത്. ശരിക്കും എന്ത് ക്ലേശം ഉണ്ടായാലും ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ പേരിൽ ഒരു കളങ്കമായ വാക്കുപോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ നാളെ പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. എൻ്റെ ഭർത്താവിൻ്റെ പേര് കൃഷ്ണരാജ്, എൻ്റെ മോൻ്റെ പേര് ജേഡൻ കൃഷ്ണരാജ്. എൻ്റെ കല്യാണം, ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതെല്ലാം ബാംഗ്ലൂരാണ്. ഹസ്ബൻഡ് കൊച്ചിക്കാരനാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡ് ജോലി ഷിപ്പിലാണ്, ക്രൂസ് ലൈൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം ഉറയ്ക്കുമ്പം തന്നെ ഞങ്ങൾ എൻ്റെ പേരൻസ് ചോദിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞ് ഷിപ്പ് വിട്ട് പോരൂലേ, എന്നാന്ന് വെച്ചാൽ നമുക്ക് അവിടെ എവിടെയായിട്ട് നിന്നൊരു കുടുംബജീവിതം നടക്കുകയില്ല. 7 to 8 months ആണ് ക്രൂസിലെ വർക്ക്. പിന്നെ വെക്കേഷന് വരുന്ന അല്ലെങ്കിൽ 1 or 2 monthsലേക്കാണ്. അപ്പോൾ പിന്നെ കല്യാണം ഉറച്ചപ്പം മുതൽ ഹസ്ബൻഡ് ഷിപ്പിൽ നിന്ന് മാറാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ലാൻഡിലേക്ക് ജോലി നോക്കുന്നുണ്ടായിരുന്നു. 15 years ആയിട്ടാണ് പുള്ളിക്കാരൻ ഷിപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം മുതൽ കല്യാണം കഴിഞ്ഞും ഞങ്ങൾ പല ഏജൻസിക്ക് പൈസ അടച്ച് നോക്കി ജോലി ഷിപ്പിൽ നിന്ന് മാറി ലാൻഡിൽ കിട്ടാനായിട്ട്. കാനഡയ്ക്ക് നോക്കി, UK നോക്കി, ലക്സംബർഗിന് നോക്കി, അങ്ങനെ പലയിടത്തേക്ക് നോക്കി. ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വന്നു. ഒരുപാട് പേരുടെ കുത്തുവാക്കുകളുണ്ടായി. നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആരെ പിടിക്കണം, ഏത് ദൈവത്തെ വിളിക്കണം, ആരെ പോയി കാണണം, അങ്ങനൊരു അവസ്ഥയിൽ കൂടാണ് നമ്മൾ കടന്നു പോയത്. ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടില്ലായിരുന്നു. ഒരു കൊച്ചുണ്ടായെന്നല്ലാണ്ട് ഞങ്ങളിൽ വേറൊന്നും ഇല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ ബാംഗ്ലൂർ ജീവിക്കുന്നു. എനിക്കവിടെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഇവിടെ എൻ്റെ ഇൻലോസ് അച്ഛനമ്മ ഞാൻ ലീവ് എടുത്ത് അല്ലെങ്കിൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ എൻ്റെ വിശേഷം എന്തെങ്കിലും ഉള്ളപ്പം അന്നേരം ഞാൻ കാണാൻ വരും. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഹസ്ബൻഡ് വെക്കേഷന് വരുമ്പം അപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു വരാൻ ശരിക്കും പറഞ്ഞാൽ കൊറോണ ടൈമിൽ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നതാണ്. എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷേ അന്നേരം എൻ്റെ സ്വപ്നം പോലും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു അവധിക്ക് എൻ്റെ ലോസിന് കൊറോണ ടൈമിൽ തന്നെ ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു താമസം. എൻ്റെ ഫാദർ ഇൻ ലോ ഒരു ജർമ്മൻ ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അപ്പോൾ കുറച്ച് ഗസ്റ്റ് മാരാറി റിസോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് വലിയ അറിയപ്പെടുന്ന പള്ളികളുണ്ട്, അതൊക്കെ ഒന്ന് കാണാം, അവിടെ എല്ലാം ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫാദർ ഇൻ ലോയെ അവിടെ മാരാരി ബീച്ച് റിസോർട്ടിൽ വിട്ട് തിരിച്ച് വരുമ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ കയറി അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിച്ചതൊക്കെ. അന്നേരം ഞാൻ ശരിക്കും ബ്ലാങ്ക് ആയിരുന്നു. കൊറോണ ടൈമല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ പള്ളിയൊക്കെ കണ്ട് വീട്ടിൽ പോയി. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു സ്വപ്നം വന്നു. കൃപാസന മാതാവ്, ക്ലോക്ക് വെച്ചുള്ള ഒരു മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സ്ത്രീ എന്നെ നിർത്തി എന്നോട് ചോദിക്കുന്നു, കണ്ടോ മഴവില്ല് കണ്ടോ എന്നൊക്കെ വന്ന് ഒരു കാര്യമൊക്കെ പറയട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അമ്മ അതാ മുന്നേ നടന്നു പോകുന്നു, ഞാൻ അമ്മയുടെ കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നടന്നു പോരുമായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ പിന്നെ എഴുന്നേറ്റ് താഴെ വന്ന് അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എൻ്റെ മാതാവിന് ശരിക്കും ഒരു ഹാർട്ടല്ലേ നമ്മൾ കാണുന്നത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഒരു ക്ലോക്ക് വെച്ച് ഒരു മാതാവിനെ കണ്ടമ്മ, അമ്മക്കറിയോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ചിലപ്പോൾ ഒരു ഇതാവാം, ഞാൻ തലേദിവസം പള്ളിയിൽ പോയതിൻ്റെ പുറത്തായിരിക്കും. പക്ഷെ എന്നാലും ഒരു ക്ലോക്ക് വെച്ച് മാതാവിനെ എന്താ കണ്ടേ എന്നുള്ള ഇത് സംശയം എൻ്റെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇത് മാറാത്തതുകൊണ്ട് ഞാൻ പിന്നെ വന്ന് ഗൂഗിൾ സെർച്ച് അടിച്ചപ്പം കൃപാസനം ഞാൻ കണ്ടു. അതായത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു. കൃപാസനത്തിൻ്റെ സിമ്പിൾ ബുക്കിൽ ഇങ്ങനെ തീ പോകുന്ന പോലെയൊക്കെ സിമ്പിൾ കണ്ടപ്പോൾ എനിക്കെന്തോ അതൊന്ന് ഒന്നുകൂടെ അറിയണമുള്ള ഒരിത് വന്നില്ല. കൂടുതൽ ആ ഒരു പേഷ്യൻസ് എനിക്ക് അന്നേരം ഉണ്ടായില്ല എന്ന് വേണം ഞാൻ പറയാനായിട്ട്.
പക്ഷേ കഴിഞ്ഞ വർഷം എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡ് അനിയൻ്റെ ഭാര്യ വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പുള്ളിക്കാരിക്ക് ഡെലിവറിയോടെ ഒരു വലിയ അസുഖമാണ്. എനിക്ക് പറയാനായിട്ടുള്ള അനുവാദം പുള്ളി തന്നിട്ടില്ല. എന്നാലും അവൾ അമൃതയിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളപ്പോഴത്തേക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നവർ അവളെ കണ്ട് അവളോട് സംസാരിച്ച് അവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവൾക്ക് വിശ്വാസമായി. അവൾ എന്നോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ കൃപാസനം അറിയുന്നത്. അവൾ പറഞ്ഞാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ കാരണം. വന്ന് ഇവിടെ ഞാൻ ഉടമ്പടി എടുത്ത് ഓഗസ്റ്റ് 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഒരു ഏജൻസിയിൽ ഞങ്ങൾ പൈസ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞായിരുന്നു. ഓഗസ്റ്റ് 23 വന്ന് പൈസ അടച്ചു കഴിഞ്ഞപ്പം സെപ്റ്റംബർ 19 നമുക്ക് അയർലൻഡിലേക്ക് പോകാനായിട്ടുള്ള ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി. അത് നടക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അതിന് 1 വർഷം മുന്നേ വരെ ഇൻ്റർവ്യൂ സ്കെഡ്യൂളാകും അല്ലെങ്കിൽ ക്യാൻസലാകും, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ഒന്നും നടക്കുന്നില്ല. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, വെക്കേഷൻ ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, നമ്മളെ ഏജൻസി കൊടുത്ത പൈസ അവരോട് തിരിച്ചു തരാൻ പറ. ഏതായാലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നു. ഏതായാലും ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തല്ലോ, ഉടമ്പടി എടുത്തായിട്ട് എന്നാൽ കുറച്ചുകൂടെ നോക്കാം എന്നും പറഞ്ഞ് ആണ് നമുക്ക് ആ ഇൻ്റർവ്യൂ പാസ്സായി. 1 മാസം കഴിയെ തന്നെ ആ 1 മാസത്തിനിടയ്ക്ക് പാസ്സായെന്ന് അറിഞ്ഞപ്പം പിന്നെ ഞാൻ വീട്ടിൽ മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് എഴുതി വെച്ച് എനിക്ക് എൻ്റെ ഭർത്താവിന് ഡിസംബർ 15 ഡിസംബർ 15, 2025 എനിക്ക് എൻ്റെ ഭർത്താവ് അവിടെ ചെന്ന് ജോലിക്ക് കയറണം എന്ന് ഞാനൊരു പേപ്പറിൽ, അതായത് ഇവിടെ പത്രം വാങ്ങുമ്പോഴത്തേക്ക് ഒരു രസീതി എന്ന് പറയുന്ന ഒരു പച്ച പേപ്പർ കിട്ടില്ല, അതിൽ ഞാൻ എഴുതി വെച്ചു ഹസ്ബൻഡ് അങ്ങനെ പോകാൻ പറ്റണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, നവംബറിൽ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുകയാണ് ഡിസംബർ 15 എന്നുള്ള ഡേറ്റ് വെച്ചത്. അത് ശരിക്കും ഒരു വലിയ അത്ഭുതമായിരുന്നു നമുക്ക്. അങ്ങനെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടി. പിന്നത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ അന്നേരം ഞാൻ എഴുതി, അമ്മ മാതാവേ, എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ നമുക്കൊരു നല്ല വാർത്ത കിട്ടണമെന്ന്. എൻ്റെ അനിയത്തിയുടെ കല്യാണം ഡിസംബർ 5, 6 ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയി കല്യാണത്തിന് 2-3 ദിവസം മുന്നേ അവിടെ പോയിരുന്നു. അന്നേരം ഡിസംബർ 4 ഇമിഗ്രേഷനിൽ നിന്ന് നമുക്കൊരു ഇമെയിൽ വരുന്നു, വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട്. അതപ്പോൾ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുന്നേ തന്നെ ആയി. 5, 6 അവളുടെ കല്യാണം. അതിന് മുന്നേ തന്നെ നമുക്ക് വിസ അപ്രൂവ് ആയി. അത് കഴിഞ്ഞിട്ടുള്ള കടമയാണ് പാസ്പോർട്ട് സബ്മിഷൻ നമുക്കുള്ളത്. പാസ്പോർട്ടിന് വേണ്ടി ഇനിയും കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതെല്ലാം ഞങ്ങൾ ചെയ്തു. പക്ഷേ ഫെബ്രുവരി പകുതി ആയപ്പോഴത്തേക്ക് നമുക്ക് മെയിൽ വന്നു അവിടുന്ന് പാസ്പോർട്ട് സബ്മിറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഞങ്ങൾ സ്റ്റേറ്റസ് വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് റിജക്റ്റായി എന്നാണ് ഞങ്ങൾ കണ്ടത്. ഒരുപാട് വിഷമിച്ചു, അതെന്തുകൊണ്ടിങ്ങനെ എന്ന്. പക്ഷേ എന്നാലും ഞങ്ങൾ മാതാവിനെ വിട്ടില്ല, എന്തേലും ഒരു കാരണം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ റിജക്ഷൻ ലെറ്റർ നമ്മൾക്ക് കൈ കിട്ടിയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും സാലറി സ്ലിപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുക്കാത്തതുകൊണ്ട്, അതായത് ഞങ്ങളുടെ ഏജൻസിയിൽ നമുക്ക് അത് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. ഏപ്രിൽ 17 ഞങ്ങൾ റീസബ്മിറ്റ് ചെയ്തു. സമയത്തിൽ അധികാരമുള്ള അമ്മ, ശരിക്കും നമ്മൾ വിസയ്ക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ 2 മാസം സമയം വേണം അതിൻ്റെ ഒരു മറുപടി കിട്ടാനായിട്ട്. ഏപ്രിൽ 17 ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 17 ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. മെയ് 15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു പാസ്പോർട്ട് എംബസി ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പം തന്നെ ഞങ്ങൾ ഇമിഗ്രേഷൻ ലിങ്കിൽ കയറി അക്നോളജ്മെൻറ്റ് നമ്പർ വെച്ച് നോക്കിയപ്പോഴത്തേക്കും അതിൽ കണ്ട് അപ്രൂവ്ഡ് ആണ്, അതായത് പാസ്പോർട്ടിൽ വിസ അടിച്ച് അവിടെ അയച്ചിട്ടുണ്ടെന്നുള്ളു. അത് സമയത്തിൽ അധികാരമുള്ള അമ്മയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ, വേറെ ആർക്കുമല്ല. വേറെ ആരുടെയും പവറും കൊണ്ടല്ല, ഞങ്ങളുടെ മെറിറ്റും കൊണ്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമുക്ക് ഒരു മെറിറ്റും ഇല്ലാതിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്നിരുന്നു. സാക്ഷ്യം പറയാനായിട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ടിക്കറ്റ് ഇവിടെ വന്നിട്ട് മതിയെന്ന് പറഞ്ഞതിൻ്റെ പുറത്താണ് ഞങ്ങൾ പിന്നെ കഴിഞ്ഞ മാസം തിരിച്ച് വന്നിട്ട് സാക്ഷ്യം പറയാൻ വന്നിട്ട് തിരിച്ചു പോയി. ഈ മാസം ഇന്നലെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് സാക്ഷ്യം പറയാൻ വന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾ
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നവരുടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറയും കൃപാസന മാതാവിനെ കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറയും. പിന്നെ ഭക്ഷണം കൊടുക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലൊക്കെ കൊടുക്കും. പണത്തിന് ആവശ്യമുള്ളവർ ഓൾഡ് ഏജ് ഹോം ആട്ടെ ഓഫനേജ് ആട്ടെ ആരൊക്കെ ഇപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ അല്ലാണ്ട് ഭിക്ഷക്കാർക്കൊക്കെ കൊടുക്കുമ്പോഴും അവർ പൈസയാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ പൈസ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പോൾ പൈസയ്ക്കാണ് ആവശ്യം. ആര് പൈസ ചോദിക്കുന്ന ഞങ്ങളുടെ കയ്യിൽ അന്നേരം ഉള്ള പോലെയൊക്കെ ഞങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. ഇതും കൂടാണ്ട് മാതാവിനോട് അടുത്തോടുകൂടി ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഒരുപാട് വഴക്കുണ്ടാക്കുമായിരുന്നു. പല തർക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്താവുമെന്ന് അറിയാൻ മേലാത്ത ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ മാതാവിനോട് അടുത്തപ്പോഴാണ് നമുക്കൊരു ഹോപ്പ് കിട്ടിയത്. ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, മാതാവ് ഞങ്ങളെ കാത്തോളും, നമുക്ക് വേണ്ടി എന്തെങ്കിലും കരുതിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ പരസ്പരം പറയും, ഞങ്ങൾ ഉടമ്പടിയിലാണ്, നമ്മൾ വഴക്കുണ്ടാക്കരുത് എന്നുള്ള ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കേ ഇപ്പം ഇല്ല. ലൈഫിലൊരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക് ജീവിതമായി ഞങ്ങളുടെ ലൈഫിന് തന്നെ. നല്ല കാര്യങ്ങൾ ചെയ്യുക, ഞങ്ങൾ പറയുക, ഞങ്ങൾ പുറത്തുള്ളവരോടാട്ടെ കുടുംബക്കാരോടൊക്കെ ആരോടും നമ്മൾ തർക്കിക്കാൻ പോകാറില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞാലും ആരോടും ഒന്നും അങ്ങനെ ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറയാനോ തിരിച്ചത് ചോദിക്കാനോ ഒന്നും ഞങ്ങൾ അതെല്ലാം ശരിക്കും മാതാവിനോട് അടുത്തേ പിന്നെ കിട്ടിയ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ്. അതല്ലാണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ വേറെയും കിട്ടിയിട്ടുണ്ട്. പലർക്കും ഇവിടെ മുല്ലപ്പൂ വാസന, അമ്മ വന്ന മുല്ലപ്പൂ വാസനയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അനുഭവമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല പ്രാവശ്യം അമ്മ വന്നിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പം ആദ്യം തന്നെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ വഴി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല, ഇംഗ്ലീഷാണ് അറിയാം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷിലുള്ള പ്രാർത്ഥന നീ അയച്ചു താ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫീസിൽ എപാക് ഷിഫ്റ്റിലാണ്, വെളുപ്പിന് ഞാൻ ജോലിക്ക് പോകും. ഞാൻ വാഷ്റൂമിലാണ് ഇതാദ്യം കേൾക്കുന്നത്. പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന വെച്ച സമയത്ത് എനിക്ക് ആ വാഷ്റൂമിൽ നിൽക്കുമ്പം മുല്ലപ്പൂ വാസന വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നേരം ഓർത്തിത് റൂം ഫ്രഷ്നർ വല്ലതും ആണോ എന്നങ്ങനെ പക്ഷേ റൂം ഫ്രഷ്നർ ഒന്നുമില്ല. വെളുപ്പിനെ സമയത്ത് ആരും അങ്ങനെ വാഷ്റൂമിൽ അവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് അവിടെ മുല്ലപ്പൂ വാസന വന്നു. പിന്നെ പല പ്രാവശ്യം ഞാൻ കൊച്ചി വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ ബാംഗ്ലൂർ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാട്ടെ ഒരുപാട് മുല്ലപ്പൂ വാസന വന്ന് അമ്മ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്ന് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലിയുടെ സ്ട്രെസ്സ് കാരണം ഇപ്പോൾ അടുത്തായിട്ട് ഞാൻ വെളുപ്പിനെ ജോലിക്ക് കയറിയ രാത്രിയാവും ജോലിയിൽ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ എനിക്ക് നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം വെളുപ്പിന് തന്നെ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ തൈലം തൂക്കുമായിരുന്നു. ഒരു ദിവസം തൂത്തതേ ഉള്ളൂ, എനിക്ക് ആ വേദന മാറി. എൻ്റെ മോൻ ഒന്ന് സ്ലിപ്പായി കാലൊന്ന് മടങ്ങിയായിരുന്നു. അപ്പോൾ അവന് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരത്തെ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ കാലെ തൈലം തൂക്കുമായിരുന്നു. അപ്പോൾ അവന് ഓക്കെ ആയി. അവനല്ലെങ്കിൽ ഒരു വേദന ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ലിംപ് ചെയ്ത് നടക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിലാണ് ജോലി ചെയ്യുന്ന സൊസൈറ്റി ജനറൽ എന്ന കമ്പനിയിലാണ്. ഒരുപാട് റിസ്ക്കുള്ള കമ്പനിയാണ്. ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ കടന്നു പോകുന്നതാണ്. അപ്പോഴെല്ലാം ഞാൻ മാതാവിനെ വിളിക്കും, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം, ഇഷ്യൂ ഒന്നും ഉണ്ടാകാൻ നോക്കണം, എസ്കലേഷനൊന്നും ഉണ്ടാവാതെ കാത്തോണം ഞാൻ ഇന്നും വിളിക്കും. അത്രയും തന്നെ എൻ്റെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ശരിക്കും നമുക്കെല്ലാം ഒരു വിഷമം വരും, ഞങ്ങളുടെ അമ്മയെ വിളിക്കുകയല്ലേ, അമ്മ എന്തിയേ, അമ്മ എവിടെ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ട്, എന്തെങ്കിലും നമുക്കൊരു സാധനം കിട്ടിയില്ലെങ്കിൽ തന്നെ അമ്മ എന്തിയെ, അത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ കൃപാസന മാതാവ് എൻ്റെ കൂടെ നിന്ന് അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷേ എനിക്ക് എല്ലാം കൂടെ ഓർമ്മ കിട്ടുന്നില്ല. ഇത്രയാണ് മെയിനായിട്ട് ഞങ്ങളുടെ ഈ വിസ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിലൊരു വഴി, ഒരു ഡോർ തുറന്ന് തന്ന പോലാണ്. ഇനിയിപ്പോൾ ഹസ്ബൻഡ് അയർലൻഡിൽ ജോലി കിട്ടി പോകുന്നതുകൊണ്ട് തന്നെ മിക്കവാറും മാതാവ് എന്നെയും കൊച്ചിനെയും കൂടെ എത്രയും പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിച്ച് നമുക്ക് ഒന്നിച്ചൊരു കുടുംബജീവിതം ജീവിക്കാനായിട്ട് അനുവദിച്ച് തരുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി. ആർക്കും ഒരു ഹോപ്പില്ലാണ്ടിരിക്കേണ്ട, മാതാവ് എന്തായാലും കൂടെ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കും എന്നുള്ള എനിക്ക് 101% ഉറപ്പുള്ള കാര്യമാണ്. ഇത് പറഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നു.
ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. സുമി കൃഷ്ണരാജ് പരിസ്ഥിതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തന്റെ അനുഭവസാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും തൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയാണ് ഈ അൾത്താരക്ക് മുമ്പിൽ സാക്ഷ്യം നൽകുക. 8 വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കടമ്പയാണ് അവരിന്ന് കടന്നു പോവുക. ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ പങ്കുവെക്കാനായിട്ട് അകലങ്ങളിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഇവിടേക്ക് ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിസയുടെ കാര്യത്തിലാണെങ്കിലും അത് സമയത്തിൻ്റെ ചുരുക്കത്തിൽ ദിവസങ്ങൾക്കകം തന്നെ പരിശുദ്ധ അമ്മ ഇടപെടലിലൂടെ ഇവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഇവിടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോൾ എപ്രകാരം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് മാറുന്നുവെന്നും അതോടൊപ്പം തന്നെ സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവ സാക്ഷ്യമായിരുന്നു നമുക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഇനിയും ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ ഓരോരുത്തരേക്ക് നിയോഗങ്ങളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് മാറ്റുവാനായിട്ട് ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മഞ്ജു ആൻ്റണി. ഞാൻ ഏഴുപുന്നയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാനായി അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാനൊരു നേഴ്സാണ്. സൗദിയിൽ 2 വർഷം ജോലി ചെയ്യുകയായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യം സൗദി പോയ സമയത്തായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് 2023-ലായിരുന്നു. 2 വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്പനി അണ്ടറിലായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, കമ്പനി അണ്ടറിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കുറവായിരിക്കും, സാലറി ഭയങ്കര ഡിലേ ആയിരിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യങ്ങളും ഒരു 15-ാം തീയതി കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മാനസികമായിട്ട് വല്ലാതെ വിഷമിച്ചിരുന്നു. ആ സമയത്തെല്ലാം അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോഴാണ് എനിക്ക് അതിനൊരു ശക്തി തന്നിട്ടുണ്ടിരുന്നത്. അതെല്ലാം തരണം ചെയ്ത് അങ്ങനെ സെപ്റ്റംബർ ലാസ്റ്റ് ഞാൻ 2025 എക്സിറ്റ് വരികയാണ്. എക്സിറ്റ് വന്നതിന് ശേഷം 2 കൊല്ലം സൗദിയിലായതുകൊണ്ട് നമുക്കറിയാം നമുക്ക് ഉടമ്പടി പുതുക്കുവാനൊന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്ന് പിറ്റത്തെ മാസം, അതായത് ഒക്ടോബറിൽ തന്നെ ഞാൻ വന്ന് ഇവിടെ പുതിയ ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു ഡയറക്റ്റ് വിസ തന്ന് അനുഗ്രഹിക്കണം, കാരണം എൻ്റെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാമല്ലോ. അങ്ങനെ ഞാൻ ഡിസംബർ മാസം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് എല്ലാത്തിനും ആൻസർ പറയാൻ പറ്റി. അങ്ങനെ 21-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് കഴിഞ്ഞ് ജനുവരി മാസത്തിൽ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാനിരുന്ന ആ സമയത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേൽ-ഇറാൻ യുദ്ധം ആരംഭിച്ചത്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയായിരുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും സായാഹ്ന പ്രാർത്ഥന ചൊല്ലാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 മാസം കഴിഞ്ഞപ്പോൾ മാർച്ച് മാസം 15-ാം തീയതി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്, അമ്മ ഈ മാസം തീരുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണം. അങ്ങനെ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ 28-ാം തീയതി ഞാൻ വാട്സപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നിക്കുകയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സീനിയർ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ച് അപ്പോൾ തന്നെ ആ ചേച്ചി ഓൺലൈനിൽ ഉണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, മോളെ നിനക്കൊന്നും റെഡി ആയില്ലേ? അപ്പം എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു അർജൻറ്റ് വേക്കൻസി ഉണ്ട്, ഞാനൊന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കട്ടെ എന്ന്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വരികയാണ്, എടി ഡോക്ടർ പറഞ്ഞു വിസ ഇവിടെ റെഡിയാണ്, നിന്നോട് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് പെട്ടെന്ന് കയറി വരാനാണ് പറയുന്നതെന്ന്. പെട്ടെന്ന് ഞാൻ ആ നിമിഷം തന്നെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു പോയി. കാരണം ഒരിക്കലും ഒരു ചാൻസ് ഇല്ല. ഞാൻ ആ ചേച്ചിക്ക് അങ്ങനെ മെസ്സേജ്
അങ്ങനെ അയക്കാത്ത ആളല്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുവാണ് നീ മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ ഹോസ്പിറ്റലുകാർ അയച്ച വിസയും പിന്നെ അവിടുത്തെ ഒരു ഏജൻസിൻ്റെ നമ്പറും എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിൽ കിടക്കുന്നതാണ്. അങ്ങനെ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ആ ഏജൻസിക്കാരനെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അയാൾ ആ വിസ അയച്ചു കൊടുത്തു. അതിനുശേഷം എല്ലാ പ്രോസസ്സിങ്ങും വളരെ ഫാസ്റ്റായിരുന്നു. സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, പോകാനിരിക്കുന്നവർക്കും 1 മാസം കൊണ്ട് എല്ലാ പ്രോസസ്സിങ്ങും അറ്റസ്റ്റേഷനും എംബസി അറ്റസ്റ്റേഷനൊക്കെ നമുക്ക് ഒത്തിരി താമസം എടുക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വിസ അടിച്ച് വന്നു, പിന്നെ ടിക്കറ്റ് വന്നു. 1 മാസം കൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കിയത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എനിക്ക് എല്ലാം സാധിച്ചു തരികയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അമ്മ എനിക്ക് പുതിയൊരു സ്ഥലം ഒരുക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എടുത്ത് വായിക്കുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നു, നിങ്ങൾ മുന്തിരിച്ചെടിയും ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവോ അവർ ഏറെ ഫലം പുറപ്പെടുവിക്കും. ആ വചനം പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ആ തിരുവചന വായനയുടെ കൂടെ ഞാനത് വായിക്കുകയാണ്. പിന്നെ ആത്മീയമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2 വർഷമായിട്ട് കുടുംബ പ്രാർത്ഥന മുടങ്ങി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി പോയ അന്ന് തന്നെ ഞാൻ പ്രാർത്ഥനയും പിന്നെ അതുപോലെ കുടുംബ പ്രാർത്ഥനയും തുടങ്ങുകയാണ് ഉണ്ടായത്. ഇതുവരെ അത് മുടങ്ങാതെ കൊണ്ടുപോകുവാൻ വേണ്ടി എന്നെ സഹായിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ വീട് എഴുപുന്നി ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ തുറവൂരാണ് എനിക്ക് ഇറങ്ങേണ്ടത്. പക്ഷെ ഞാൻ ഇവിടുന്ന് ചേർത്തല ഇറങ്ങി അവിടുത്തെ KSRTC സ്റ്റാൻഡിലും ബസ്സിലുള്ളവർക്കെല്ലാം പത്രം കൊടുത്ത് അതിനുശേഷം അവിടുന്ന് ഓട്ടോ പിടിച്ച് പോയി അവിടെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെയുള്ളവർക്കൊക്കെ പത്രങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ചില സമയത്തെല്ലാം പത്രം എനിക്ക് ഒരെണ്ണം വെച്ചിട്ട് ബാക്കിയെല്ലാം തീർന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വിഷമാകും. ഞാൻ ഓർത്ത് അയ്യോ എന്നാൽ 2 കെട്ട് പത്രം കൂടെ വാങ്ങിയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൊടുക്കാമായിരുന്നു എന്ന്. അതുപോലെ ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് അവിടെ തുറവൂര് ഗവൺമെൻറ് ആശുപത്രി ഇവിടെ എന്നെ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഞങ്ങൾക്ക് അവിടെയാണ് അടുത്ത്. ഞാൻ അവിടെ പോവുകയും ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണ്ടവർക്കും എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ഞാൻ അവിടെ എല്ലാ മാസവും പോയിട്ട് നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. എല്ലാം ഇതുവരെ ചെയ്തു തന്ന എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. 94-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. മഞ്ജു എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയൊരു സങ്കടം, ഒരു ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് സമയച്ചുരുക്കത്തിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് സൗദിയിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോരേണ്ട ഈ മകളുടെ വീണ്ടും ഒരു വലിയ സാധ്യതകളോടെ നല്ല ഒരു പുതിയ സ്ഥലം ഒരുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ പുതിയ ജോലിയും പുതിയ ഭവനവും പുതിയ സാധ്യതകളും നൽകി ഒരു ഞെട്ടിക്കുന്ന വിസയും ടിക്കറ്റും കൊടുത്ത് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് ഈശോ അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണ്. ഈ മകളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വന്ന ഒരു ഇടിവ് അല്ലെങ്കിൽ ഒരു ഉഴപ്പൽ മൂലം മകൾക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. ഉടമ്പടി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണെന്ന് ഈ മകൾക്ക് മനസ്സിലായി. മറ്റു പ്രാർത്ഥനകളുടെ പോലെ ഒരു നൊവേന ചൊല്ലുന്നത് പോലെയല്ല, ഇതൊരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ മഞ്ജു വളരെ ആത്മാർത്ഥമായി അത് പുനരാവർത്തിക്കാൻ പരിശുദ്ധ അമ്മ പ്രേരിപ്പിച്ചതുമൂലം ആ ഉടമ്പടി വളരെ കൃത്യമായി ഈശോയോടുള്ള ബന്ധം ഉറപ്പിക്കുവാനും ഈശോയോട് ബന്ധം ഏറ്റുപറയുവാനും ആ ബന്ധത്തിലായിരിക്കുവാനുമുള്ള കൃപ ലഭിച്ചതിൻ്റെ കൂടി ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഈ മകളോട് പറയുന്ന ഒരു വലിയ സാക്ഷി കൂടിയാണിത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യമുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം എടുത്തു വായിക്കുക. ആ അധ്യായത്തിൽ പറയുന്നത് മുന്തിരിവള്ളിയും ശാഖകളും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ എന്നാണ്.
സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ വളരെ ശക്തമായ ഒരു കാവ്യം തന്നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, സ്നേഹം എന്താണ്, സ്നേഹത്തിൻ്റെ ആ ഡെഫിനിഷൻ, നിർവചനങ്ങളെല്ലാം വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം കാത്തിരിക്കുന്നു, സ്നേഹമെല്ലാം അതിജീവിക്കുന്നു. ഈ കഴിവുകളും കൃപകളും എല്ലാം മഞ്ജുവിന് ഈ ഉടമ്പടി പുതുക്കിയപ്പോൾ ലഭിച്ചു എന്ന് മഞ്ജു ഏറ്റു പറയുകയാണ്. സ്നേഹത്തിൽ നിലനിൽക്കാൻ സാധിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ഒരു വലിയ ആധ്യാത്മിക സമ്പത്താണ്. ഇന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോ നമ്മെ സ്നേഹിക്കുന്നു. നാം ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി 10 സ്റ്റെപ്പ് എടുക്കുന്നു. 4 പ്രാവശ്യം മാത്രമേ ദൈവം നമ്മെ പണിഷ് ചെയ്യുകയുള്ളൂ എന്ന് പഴയ നിയമത്തിൽ നാം വായിച്ചെടുക്കുന്നത്. അനുഗ്രഹിക്കുമ്പോൾ ദൈവം 1000 തലമുറകളോളം നമ്മെ അനുഗ്രഹിക്കുന്നു എന്നുകൂടി നാം കൂട്ടി വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഈശോ കടന്നു വരുന്ന വഴികൾ, ഇനി ഈശോയെ ഒരിക്കലും ഞാൻ കൈവിട്ടു പോകുകയില്ല എന്ന് തൻ്റെ ഒരു ചെറിയ ഒരു അകൽച്ചയിൽ നിന്ന് മഞ്ജു തീരുമാനിച്ച ഒരു നിലപാടെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നാം കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാനും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുവാനും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പ്രചോദനങ്ങളും അടയാളങ്ങളും ഏറ്റുപറയുവാനും നമ്മുടെ നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗങ്ങളുമെല്ലാം നാം വിശ്വാസപ്രയോഗമായ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് ഏറ്റെടുത്ത് ചെയ്യാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. വിദേശത്ത് പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല